ഈ വീഡിയോയിൽ ഡിസ്കൗണ്ട്സ് ആൻഡ് കൂപ്പൺ കോഡ്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. രണ്ട് രീതിയിൽ നമുക്ക് ഡിസ്കൗണ്ട് അപ്ലൈ ചെയ്യാം. ഒന്ന് പ്രോഡക്റ്റിൽ ഡിസ്കൗണ്ട് അപ്ലൈ ചെയ്യാം, രണ്ടിൽ ഒരു ഓർഡറിന് ഡിസ്കൗണ്ട് അപ്ലൈ ചെയ്യാം. പ്രോഡക്റ്റിൽ ഡിസ്കൗണ്ട് അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റിന് നമുക്ക് MRPയിൽ പ്രൈസിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഡിസ്കൗണ്ട് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ സാരി എടുക്കുന്നത്, ഇപ്പോൾ ഇതിൽ നമ്മൾ MRP 2500 ആണ്. നമ്മൾ ഡിസ്കൗണ്ട് പ്രൈസാണ് ഇപ്പോൾ റൺ ചെയ്യുന്നത്. കസ്റ്റമർ നമ്മുടെ സ്റ്റോറിൽ വരികയാണെന്നുണ്ടെങ്കിൽ സാരി നോക്കുമ്പോൾ ഓൾറെഡി 24% ഡിസ്കൗണ്ട് ഉണ്ട്. അങ്ങനെ നമുക്ക് പ്രൊഡക്റ്റിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഡിസ്കൗണ്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിൽ നമുക്ക് മാറ്റണം എന്ന് വിചാരിക്കും. ഇതിപ്പോൾ ഒരു നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു 15% ഡിസ്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 15% അടിച്ച് ടാബ് അടിക്കുക അല്ലെങ്കിൽ പുറത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ MRPയുടെ 15% ഡിസ്കൗണ്ടിൽ പ്രൈസ് സെറ്റ് ആവും. ജസ്റ്റ് നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്താൽ മാത്രം മതി. ദെൻ നെക്സ്റ്റ് ടൈം കസ്റ്റമർ വരുന്ന സമയത്ത് 24 എന്നുള്ളത് മാറി കണ്ടു 15 ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റും. പ്രൊഡക്റ്റ് ആഡ് ചെയ്യുമ്പോഴും ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും നമുക്ക് എഡിറ്റ് ചെയ്യാം, ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇത് മാറുകയും ചെയ്യും. ഈസി ആയിട്ട് മാറ്റാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് പ്രൊഡക്റ്റിൽ നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കേണ്ടത്. ഇനി ഒരു കസ്റ്റമർ വന്നിട്ട് മൾട്ടിപ്പിൾ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തു, ആ ഒരു കസ്റ്റമറിന് ആ ഓർഡറിന് നമുക്കൊരു ഡിസ്കൗണ്ട് കൊടുക്കണം. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് കൂപ്പൺ കോഡ്സ്. അപ്പോൾ അതിൽ സെറ്റിങ്സിൽ കൂപ്പൺ കോഡ്സിൽ വന്നാൽ നമുക്കിവിടെ കൂപ്പൺ കോഡ് ആഡ് ചെയ്യാനും മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഓൾറെഡി 2 കൂപ്പൺ കോഡ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഫ്ലാറ്റ് 10ഉം വർണിക 15ഉം ഒരെണ്ണം കാണിച്ചു തരാം. യൂണിക് കൂപ്പൺ കോഡ് ഫ്ലാറ്റ് 10 എന്നാണ്. ഡിസ്കൗണ്ട് ടൈപ്പ് പെർസെൻറ്റേജ് ആണ്. നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം, ഫിക്സ്ഡ് എമൗണ്ടിന് ചെയ്യാം, പെർസെൻറ്റേജിന് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഈ കൂപ്പൺ കോഡിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് മിനിമം ഓർഡർ വാല്യൂ 999 മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ 10% ഡിസ്കൗണ്ട് അപ്ലൈ ആവും. ചില കേസുകൾക്ക് നമ്മളൊരു ഫിക്സ്ഡ് എമൗണ്ട് ഡിസ്കൗണ്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ഫോർ എക്സാമ്പിൾ, 1000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ 50 രൂപ ഡിസ്കൗണ്ട്. അപ്പോൾ നമ്മൾ ഫിക്സ്ഡ് എമൗണ്ട് ആണ് കൊടുക്കേണ്ടത്. ഈ കേസിൽ ഫിക്സ്ഡ് പെർസെൻറ്റേജ് ആണ്, അതുകൊണ്ട് പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട്. യൂണിക് കോഡ് ഉണ്ട്, ഡിസ്കൗണ്ട് ടൈപ്പ് ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഡിസ്ക്രിപ്ഷൻ നമുക്ക് കാണാനുള്ളതാണ്, കസ്റ്റമർ കാണില്ല. ഡിസ്കൗണ്ട് വാല്യൂ 10 ആണ്. മിനിമം ഓർഡർ വാല്യൂ ഉണ്ട് 999. എക്സ്പയറി ഡേറ്റ് ഉണ്ട്, ജസ്റ്റ് ഒരു ലോങ്ങർ പീരീഡ് ആണ് കൊടുത്തിട്ടുള്ളത്. എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ ചേഞ്ച് വരുത്താം. കൂപ്പൺ കോഡിൽ ചേഞ്ച് വരുത്താൻ പറ്റില്ല, അത് ഫിക്സ്ഡ് ആയിരിക്കും, മാറ്റാൻ കഴിയില്ല. ഇതെങ്ങനെ വർക്ക് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. സ്റ്റോറിൽ വന്നിട്ട് ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് എടുക്കുന്നു, ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഫ്ലാറ്റ് 10 അടിച്ചിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്താൽ ഈ 3024ൻ്റെ 10% ഡിസ്കൗണ്ടോടെ അപ്ലൈ ആവും. യെസ്, ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇനി ഇപ്പോൾ 999 ആണ് നമ്മൾ റൂൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. 999 മുകളിൽ വരികയാണെങ്കിൽ ഈ കൂപ്പൺ കോഡ് സക്സസ് ആവാൻ പാടുള്ളൂ. 999 താഴെ പോയിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും എന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഓർഡർ വാല്യൂ മൊത്തം കിടക്കുന്നത് 899 ആണ്. ഫ്ലാറ്റ് 10 അടിച്ചു, അപ്ലൈ കൊടുത്തു. കണ്ടോ, 999 ആണ് മിനിമം ഓർഡർ വാല്യൂ, അത് മീറ്റ് ചെയ്തിട്ടില്ല, അതിന് എറർ കാണിക്കുന്നു. അപ്പോൾ ആ കണ്ടീഷൻസ് മീറ്റ് ചെയ്യും. ഇതുപോലെ എക്സ്പയർ ഡേറ്റും എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഫോർ സർട്ടൺ ഡേയ്സ്, ഒരു 10 ദിവസത്തിന് ഒരു ഓണം ഓഫർ റൺ ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ തന്നെ 100 rupees സെറ്റ് ചെയ്യാം. ഓണം 100 ഫിക്സ്ഡ് എമൗണ്ടാണ്. സ്പെഷ്യൽ ഡിസ്കൗണ്ട്, ഓണം ഡിസ്കൗണ്ട്. ഇത്ര വാല്യൂ 100 രൂപ. മിനിമം ഓർഡർ വാല്യൂ ഉണ്ടോ, 1000 രൂപയ്ക്ക് മുകളിൽ ഓർഡർ ചെയ്താൽ ഈ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്താൽ 100 രൂപ ഡിസ്കൗണ്ട് കിട്ടും. 10-ാം തീയതി വരെ ഉണ്ട്. ക്രിയേറ്റ് കൂപ്പൺ കോഡ് ക്രിയേറ്റ്. ഞാൻ ചെറിയൊരു മാറ്റം കൂടെ വരുത്തുന്നുണ്ട്. ഒരു 800 ആക്കാം, അപ്ഡേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ കൂപ്പൺ കോഡ് നേരത്തെ വർക്ക് ചെയ്തിരുന്നില്ല. ഞാനപ്പോൾ പുതിയ കൂപ്പൺ കോഡായിട്ടുള്ള ഓണം 100 ഞാൻ അപ്ലൈ ചെയ്യുന്നു. കണ്ടോ, 100 രൂപ ഫ്ലാറ്റ് ആയിട്ട് അപ്ലൈ ആയി. 899 ആണ് പ്രൈസ്. അതിൻ്റെ 100 രൂപ, അതിൻ്റെ പെർസെൻറ്റേജ് എല്ലാം നമ്മൾ ഫിക്സ്ഡ് എമൗണ്ട് 100 രൂപയാണ് കുറച്ചിട്ടുള്ളത്. അപ്പോൾ അത് 799 ആയി. അതിൻ്റെ കൂടെ 50 രൂപ ഡെലിവറി ചാർജ് ആഡ് ചെയ്തപ്പോൾ 849 ആയി. ഇതുപോലെയാണ് കൂപ്പൺ കോഡ് വർക്ക് ചെയ്യുക.
ഇനി നമുക്കൊരു ഡിസ്കൗണ്ട് ഒരു സ്പെസിഫിക് ഓർഡറിന് കൊടുക്കണം എന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മളൊരു കസ്റ്റമർ നമ്മളെ അടുത്തുനിന്ന് 4 പ്രൊഡക്റ്റ് ചോദിച്ചു. നമുക്ക് പബ്ലിക്കായിട്ട് കൂപ്പൺ കോഡ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട താല്പര്യമില്ല. പക്ഷെ നല്ലൊരു സ്പെസിഫിക് ഓർഡറിന് കസ്റ്റമർ ചോദിക്കുമ്പോൾ സെലക്ടഡ് കസ്റ്റമറിന് മാത്രം ഡിസ്കൗണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാം. അത് ചെയ്യാനായിട്ട് ഫ്ലാഷ് ചെക്കൗട്ട് ലിങ്കാണ് എടുക്കേണ്ടത്. കസ്റ്റമർ സാരി ഒന്ന് ചോദിക്കുന്നു, സാരിയും പിന്നെ കുർത്തിയും ചോദിക്കുന്നുണ്ട്, മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ചോദിക്കുന്നുണ്ട്. ആഡ് ചെയ്യുന്നു, കൂപ്പൺ കോഡ് കൊടുക്കുന്നു, ഇതിൽ ഏത് കോഡ് അപ്ലൈ ചെയ്യുന്നു നോക്കുന്നു, വർണിക 15 സെലക്ട് ചെയ്യുന്നു, ജനറേറ്റ് ലിങ്ക് കൊടുക്കുന്നു. കസ്റ്റമർക്ക് ഈ കോപ്പി വിത്ത് സമ്മറി ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഷെയർ ചെയ്യാം അവരുടെ വാട്സപ്പിലേക്ക് കൊടുക്കുന്ന, കസ്റ്റമറുടെ വാട്സപ്പിലേക്ക് അയച്ചു കൊടുക്കുന്നു. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കാർഡ് സമ്മറി കസ്റ്റമർക്ക് കിട്ടും. കസ്റ്റമർ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ മാനുവലി പോയിട്ട് കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യേണ്ട, ഡിഫോൾട്ടായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് കസ്റ്റമർ അഡ്രസ്സ് അടിച്ച് പേയ്മെൻറ്റ് ഓൺ ആണെങ്കിൽ പേയ്മെൻറ്റ് കൊണ്ട് പേ ചെയ്ത് ചെക്കൗട്ട് കംപ്ലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഓർഡർ കംപ്ലീറ്റ് ചെയ്യാം. അത്തരത്തിൽ ഫാസ്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഫ്ലാഷ് ചെക്കൗട്ട് എന്നുള്ളത്. അതിലും നമുക്ക് കൂപ്പൺ കോഡ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ കൂപ്പൺ കോഡ് മാത്രമല്ല, ഒരുപാട് ഫീച്ചേഴ്സ് അതിൽ ഫ്രീ ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഡെലിവറി ചാർജ് സെറ്റ് ചെയ്യാം, അതുകൂടാതെ പേയ്മെൻറ്റ് ഓപ്ഷൻസ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഈ ഫ്ലാഷ് ചെക്കൗട്ട് ലിങ്കിലുണ്ട്. അത് വേറെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇങ്ങനെയാണ് കൂപ്പൺ കോഡ് വർക്ക് ചെയ്യുന്നത്. പ്രൊഡക്ട്സിൽ നമുക്ക് ഓരോ പ്രൊഡക്റ്റിനും ഡിസ്കൗണ്ട് കൊടുക്കാം. ഇനി ഒരു ഓർഡറിനാണ് ഡിസ്കൗണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൂപ്പൺ കോഡിൽ കൊടുക്കാം. ഇനി ഒരു സ്പെസിഫിക് കസ്റ്റമറിനാണ് ഡിസ്കൗണ്ട് കൊടുക്കേണ്ടത്, പബ്ലിക്കിന് ഡിസ്കൗണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഫ്ലാഷ് ചെക്കൗട്ട് ലിങ്കിൽ കൊടുക്കാം. അപ്പോൾ ഈ ബട്ടൺ, ഈ ഒരു അപ്ലൈ കൂപ്പൺ കോഡ് എന്നുള്ള ഓപ്ഷൻ ഇപ്പോൾ വിസിബിൾ ആണ്. നേരത്തെ പറഞ്ഞ പോലെ പബ്ലിക്കിന് കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ വേണ്ട എന്നാണെങ്കിൽ സെറ്റിങ്സിൽ സ്റ്റോർ ഡീറ്റെയിൽസിൽ പോയിട്ട് കൂപ്പൺ കോഡ് ഓഫ് ചെയ്തിടാം. ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു ഫീൽഡ് അവിടെ ഉണ്ടാവില്ല. നമ്മൾ ഫ്ലാഷ് ചെക്കൗട്ട് ലിങ്കിലൂടെ മാത്രമേ അപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെയും കൂടെ ഇങ്ങനെയാണ് കൂപ്പൺ കോഡ് വർക്ക് ചെയ്യുന്നത്.